ഹേ ഗൈസ്, സോ നമ്മൾ എഗെയിൻ വന്നേക്കാണ് GTA 5ൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട്. നമ്മൾ ഇന്ന് മൈക്കിളായിട്ടാണ് കളിക്കുന്നത്. ഇന്ന് നമ്മുടെ GTA 5 ഒരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മൈക്കിളായി കളിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്കിളും ട്രവറും കൂടി ഫ്രാങ്ക്ലിൻ മച്ചാന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. എന്താ ഞാൻ വയ്യെ പോകുമ്പോൾ പറഞ്ഞുതരാം ഗൈസ്. ആദ്യം മൈക്കിളൊന്ന് ഡ്രസ്സ് ട്രവറിനെ വിളിച്ചിട്ട് നമുക്ക് ഞാനൊരു മാൻഷൻ റെന്റിന് എടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മളെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ നമുക്ക് പോകണം. ഒന്ന് ഡ്രസ്സ് മാറ്റട്ടെ. നല്ല കോട്ട് സ്യൂട്ടൊക്കെ ഇടാം. ഇത് മതി. ഗ്ലാസ് അവിടെ കിടന്നോട്ടെ. നമുക്കൊന്ന് ട്രവറിനെ വിളിക്കാണ്ട്. ഫ്രാങ്ക്ലിനോട് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്. നമ്മളൊരു മാൻഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്ന് കാർ എടുക്കട്ടെ. നമ്മളെ മാൻഷൻ ഞാൻ ബുക്ക് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കണ്ടില്ല, ഈ ഒരു ഭാഗത്തായിട്ടാണ്. ആ മാൻഷൻ്റെ പേരെന്തോ മലിബു മാൻഷനോ അങ്ങനെ എന്തോ ആണ്. നമുക്ക് എന്തായാലും ട്രവർ ഒരു സ്ഥലത്ത് നിൽക്കാമെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് ട്രവറിൻ്റെ അടുത്തേ പോട്ടെ. അവിടെ തിരികെയാണ് ഗൈസ്. A few moments later. ഓക്കെ, ഇതാ നമ്മളെ ട്രവർ മച്ചാൻ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ സിമിയോൻ്റെ ഷോറൂമിലാണ് പോകാനുള്ളത്. കാരണം സിമിയോൻ്റെ ഷോറൂമിലാണ് ഞാൻ വണ്ടിയും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നത്. വണ്ടിയാണ് നമ്മൾ ഫ്രാങ്ക്ലിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നത്. ഒരു BMW ആണ് ഗൈസ്. നമുക്ക് സിമിയോൻ്റെ അടുത്തേ പോവാം. വന്നപ്പോൾ ട്രാഫിക്. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഈ വീഡിയോ കാണുന്നില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സിമിയോൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. A little longer than a few minutes later. ഗൈസ്, നമ്മൾ മൈക്കിളിൻ്റെ വണ്ടി അവിടെ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നിട്ട് ഇവിടെ ടാക്സിയും വിളിച്ചാണ് വന്നത്. കാരണം നമ്മളെ BMW കൊണ്ടുപോകണമല്ലോ ഗൈസ്. നമ്മൾ മാൻഷൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാനുണ്ട്. മാൻഷനിൽ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നൈറ്റിൽ. ഫ്രാങ്ക്ലിനെ അന്നപ്പോഴാണ് പറയുന്നത്. അന്നപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞാൽ വിളിക്കും. ഇതാ അടുത്ത് സിമിയോനോട് പറഞ്ഞില്ല. എന്താ ഗൈസ്, ഇതാണ് നമ്മുടെ BMW. നമ്മൾ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്ത് ഈ ഒരു കളറാക്കി വെച്ചിട്ടുണ്ട്. ഒരാൾ നമ്മളെ കൂടെ അല്ലേ. എടാ ട്രവർ മച്ചാ, ഒന്ന് വേഗം വാ. ഇങ്ങനെ ഇതല്ലേ വണ്ടി, ഈ ഒരു പിസ്ത വെച്ചാ ഞാൻ ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ച. ഗ്ലാസിൻ്റെ കളറൊക്കെ ആയിക്കോട്ടെ. ആടാ, ഇത് തന്നെയാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ. എന്തായാലും നീ പൈസ എൻ്റെ കയ്യിൽ അയച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വണ്ടി എടുത്ത് നീ പോയിക്കോ. ഓക്കെ, നമ്മളോട് സിമിയോൺ പറയുന്നത് കാറും എടുത്ത് പോയിക്കോളാണ്. സിമിയോണെ പിന്നെ അറിയാലോ, ഫ്രാങ്ക്ലിൻ്റെ ബർത്ത്ഡേ ആണ്, വരൂലേ? ഓക്കെ, സിമിയോൺ ചിലപ്പോൾ വരുന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും മാൻഷനിലെ അതാണ് ഗൈസ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ. ഒരു BMW M5 ആണ് ഗൈസ്. ഇതിൻ്റെ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. വണ്ടി തട്ടിക്കാതെ കൊണ്ടുപോകണം. എന്തായാലും ഞാൻ മാൻഷൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ഇവിടെ ഇല്ലല്ലോ. ഇവിടെ തന്നെയാണ്. ഇവിടെയാണ് ഞാൻ ബുക്ക് ചെയ്ത് വെച്ചത്. അതിൻ്റെ അവിടെ ഒന്ന് എത്തട്ടെ. അവിടെ എത്തിയിട്ട് കാണാം. A few moments later. ഓക്കെ, നമ്മളിപ്പോൾ മാൻഷൻ്റെ മുന്നിലാണ്. ഈ സൈഡിൽ കാണുന്നതാണ് ഫ്രാങ്ക്ലിന് വേണ്ടി മൈക്കിൾ ബർത്ത്ഡേ പാർട്ടിക്ക് റെൻറ്റിന് എടുത്തേക്കുന്നത്. കുറച്ച് ട്രാഫിക്കാണ്. ഈ മാൻഷൻ്റെ പേര്
മലിബു മാൻഷൻ എന്നാണ്. ഓട്ടോമാറ്റിക് ഗേറ്റും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. ആണ് ഗൈസ്. നമ്മളെ വണ്ടി എന്തായാലും അവിടെ ഒരു ഗ്യാരേജ് ഉണ്ട്, അവിടെ കയറ്റിയിട്ടേക്കുക. ഫ്രാങ്ക്ലിൻ വരുമ്പോൾ തന്നെ കാണാൻ പാടില്ല ഗൈസ്. ഇതാണ് നമ്മളെ പ്ലാനും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പോൾ ആൾക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം പാർട്ടി രാത്രി ആയതുകൊണ്ട് രാത്രിയത്തേക്കാണ് വിളിച്ചത്. കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ. പിന്നെ ഫ്രാങ്ക്ലിൻ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടാവും, വേറെ ആൾക്കാരൊക്കെ. തക്കാളത്ത് ഇതിൻ്റെ അകത്ത് വണ്ടി അങ്ങ് ജസ്റ്റ് ഓക്കെ ഇവിടെ വന്നോട്ടെ. മച്ചാടെ ഇവിടെ ഉണ്ടായിരുന്നോ? ഓക്കെ, ഞാൻ ഒരു ഈ മാൻഷൻ മൊത്തം ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ്. അല്ല, ഇവിടേക്ക് ഒന്ന് മേലോട്ട് കയറിപ്പോയാൽ പിന്നെ ഇവിടെ ബാസ്കറ്റ് ബോളിൻ്റെ ഇരിക്കാനും ഒക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വീട് ചുറ്റൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. ഇത് നമ്മളെ കടലിൻ്റെ ജസ്റ്റ് ഈ ഭാഗത്തുനിന്ന് കുറച്ച് ഇങ്ങോട്ടായിട്ടുള്ള ഒരു ഭാഗത്തെയാണ്. ഇതാണ് അടിയിലെ ഭാഗങ്ങൾ അല്ലേ. ഇവിടെ ജസ്റ്റ് ഒരു ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ ആയിട്ട്. പിന്നെ ഇവിടെ ഒരു TV സെറ്റപ്പ്, ഫുഡ് കഴിക്കാനുള്ള സ്ഥലവും. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു ഡോർ ഇത് അവിടെ ഉണ്ട് അല്ലേ. നമ്മുടെ മക്ഡൊണാൾഡ്സും എല്ലാ സംഭവവും, ബർഗറും എല്ലാ സംഭവം ഉണ്ട്. ജസ്റ്റ് ഒരു നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വേറെ ഒരു സ്ഥലമാണ് ജസ്റ്റ് ഒന്ന്. പിന്നല്ലേ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്, ആൻഡ് ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ ഞാൻ പുറത്തേക്കുള്ളത് കാണിച്ചു തരാം ഗൈസ്. പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ആണ് ഗൈസ്. നിങ്ങൾ തന്നെ നോക്ക് ഗൈസ്. വ്യൂവും കാര്യങ്ങളൊക്കെ ആണ് ഗൈസ് ഇവിടെ. പിന്നെ മാൻഷൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ട്. അല്ല, നമുക്ക് ട്രവറില്ലായിരുന്നു. ട്രവറെവിടെ? എവിടെ ചുറ്റി കറങ്ങിയിരിക്കും. മാൻഷൻ മൊത്തം കാണുമായിരിക്കും ചിലപ്പോൾ. ഇത് നമ്മൾ 2 ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഞാൻ ജസ്റ്റ് മേലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരാം. വഴിയല്ല, മേലത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടേ, ഇവിടെയും ഇരിക്കാനും ജസ്റ്റ് ഒരു സ്ഥലമൊക്കെ ഉണ്ട്. എന്താണ് സ്റ്റെപ്പല്ല, വീണാൽ നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്തുണ്ടാവും. അത്രേ ഉള്ളൂ. ഇതവിടെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ല, ഇവിടെ ഒരു കിടക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ട് ഒരു സ്ഥലമാണ്. ആൻഡ് ഇവിടേക്ക് കുറച്ച് റൂമും അല്ല, ഒരു റൂം ഇതാണ്. ഇതവിടെ മാറ്റില്ലേ. ഓക്കെ, ഇത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ സ്ഥലം. ഇത് കുറേ ഉണ്ടല്ലോ ഗൈസ്. ഓക്കെ, ഇതൊരു വേറൊരു ബെഡ്റൂം. ഇവിടെ ഒരു ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്കിളെ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോകാതെ. പിന്നെ അവിടെ കണ്ടില്ലേ ഗെയിംസൊക്കെ കളിക്കാനും കാര്യങ്ങളും സ്ഥലങ്ങളും. പിന്നെ ഇവിടെ എന്താ ലൈബ്രറി പോലത്തെ, പിന്നെ അതാ കുറേ PC സെറ്റപ്പും നമ്മൾ മീറ്റിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയുള്ള സ്ഥലങ്ങളും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ അതാ ഗൈസ് സാൻ ആൻഡ്രിയാസ് എന്ന് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ബാത്റൂം പോലത്തെ ഒരു സ്ഥലമാണ്. ആൻഡ് ഇവിടെയാണ് ഗൈസ് നമ്മളെ ഈ കൺട്രോൾ റൂമും എല്ലാ സ്പീക്കറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളതും, പിന്നെ നമ്മുടെ മ്യൂസിക്കിൻ്റെ സെറ്റപ്പും അങ്ങനത്തെ ഒക്കെ. പിന്നെ ഇവിടെ ഒരു TVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടേക്ക് ഒരു താഴേക്കുള്ള വഴിയുണ്ട്. നമ്മൾ വന്ന ഒരു ഫസ്റ്റ് ഫ്ലോർ അല്ല, ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാനുള്ള ഒരു സ്ഥലവും. പിന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഗൈസ്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞപ്പോൾ അത് കാണുന്നില്ല, കുറേ നേരമായി തപ്പുന്നു. ഇവിടെയാണോ? ഇവിടെ തന്നെ ഗൈസ് കണ്ടില്ലേ, ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ 5 എന്ന് എഴുതി, GTA 5 എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ റെൻ്റ് ചെയ്തെടുത്ത മാൻഷൻ്റെ സ്ഥലങ്ങൾ. നമ്മൾ ഒന്ന് ഫ്രാങ്ക്ലിനെ വിളിക്കട്ടെ. ട്രവർ മച്ചാൻ അവിടെ പോയി. ട്രവർ മച്ചാൻ എവിടെ പോയിട്ടുണ്ടോ? എവിടെയും പോയിട്ടുണ്ടോ?
ഞാൻ ഒന്ന് ഫ്രാങ്ക്ലിനെ വിളിക്കട്ടെ. ഇവിടുന്ന് ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് ഫ്രാങ്ക്ലിനെ വിളിക്കട്ടെ. ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. ഫ്രാങ്ക്ലിൻ ചോദിക്കുന്ന ഇത്രയും സെറ്റപ്പൊക്കെ വേണമെന്നാണ് കേസ്. മാൻഷൻ തന്നെ നമ്മൾ റെൻറ്റിന് വാങ്ങി. ഓ ഈ ട്രാവർ മച്ച ഇവിടെ നിൽക്കുന്നു. ഡേയ് താൻ എന്ത് നോക്കിക്കുക. പിന്നെ ഫ്രാങ്ക്ലിൻ ചോദിച്ചാൽ ഇത്രയും വലിയ സെറ്റപ്പ് വേണമെന്നായിരുന്നു. കാരണം അവനറിയാലോ, അവൻ ഈ സൈഡിൽ കൂടെ ഒക്കെ പോയിണ്ടാവില്ല. അപ്പോൾ വലിയ മാൻഷാന്ന് അവനറിയാം. അപ്പോൾ ഇതുകൂടി കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കും പറയുക. ട്രാവർ എന്തോ നോക്കിക്കാം. ട്രാവറേ ഇതാ വാടാ അങ്ങോട്ട്. ഫ്രാങ്ക്ലിൻ ഇപ്പം എത്തും. ഒന്ന് നൈറ്റ് ടൈം ആട്ടെ ഗൈസ്. നൈറ്റ് ടൈമിലാണ് അവൻ വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ കാണാം ഗൈസ്. Approximately 10 hours later. ഓക്കെ നമ്മൾ നൈറ്റ് ടൈം ആയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ കാര്യങ്ങളൊക്കെ വന്ന് കഴിച്ചു. ഫ്രാങ്ക്ലിൻ കോട്ട് സ്യൂട്ട് ഗ്ലാസ്സൊക്കെ വെച്ച് എൻ്റെ മോനെ. ഫ്രാങ്ക്ലിൻ അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് ഞാൻ ബുക്ക് ചെയ്തതല്ല, നമ്മൾ വാടകയ്ക്ക് എടുത്ത് റെൻറ്റിനെടുത്ത മലിബു മാൻഷൻ. നീ കണ്ടിട്ടുണ്ടാവില്ലോ. വാ നമുക്ക് അകത്തേ വാ. എടാ എന്തിനായിരുന്നടാ ഇത്രയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഫ്രാങ്ക്ലിൻ നീ അങ്ങനെ ചോദിക്കരുത്. കാരണം നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ. പിന്നെ നിനക്കൊരു ഗിഫ്റ്റും കൂടി ഞാനും ട്രാവറോട് ഒപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ച് പൈസ ഇട്ട് വാങ്ങിയാണ്. നീ എന്തായാലും വാ. ഇപ്പോൾ നമുക്ക് അകത്ത് പോയി പാർട്ടിയൊക്കെ ഒന്ന് കാണാം ഗൈസ്. ഫ്രാങ്ക്ലിൻ വാ. ട്രാവറേ വാ. അവർ രണ്ടാളും വരുന്നുണ്ട്. ഓക്കെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളിലാണ്. നമുക്ക് ഈ സൈഡിൽ കൂടെ അപ്പോൾ അയ്യോ അത് അടക്കി അവൻ കാണരുത്. ഇവരെവിടെ? ഒറ്റ മിനിറ്റ് കേസ്. അവരെവിടെയെന്നൊന്നും ഇയാളുടെ. ഓക്കെ അവർ മോളിൽ അവിടെ പാർട്ടിയിൽ പങ്കെടുക്കുകയാണ്. നമുക്ക് താഴത്തെ പാർട്ടിയൊക്കെ ഒന്ന് പോയി നോക്കാം. അല്ലേ വേണ്ട നമുക്ക് ഇതിലങ്ങനെ പോവാം. അയ്യോ നമ്മളിൽ കുടുങ്ങി. ഓക്കെ എല്ലാവരും പാർട്ടി വൈബിലാണ് ഗൈസ്. എല്ലാവരും ഇവിടെ പാർട്ടിയിലും പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ മോനെ ഏതെങ്കിലും DJ പാട്ടുണ്ട്. A few moments later. എല്ലാവരും ഡാൻസിലാണ്. എവിടെയൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഇനി നമുക്ക് ഫ്രാങ്ക്ലിനെ കൂട്ടിയിട്ട് നമ്മളെ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ അവരെവിടെയാണെന്നൊന്നും ജസ്റ്റ് നോക്കിയാൽ. പിന്നെ പുറത്തും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ മറന്നു പോയി.
അവിടെയൊക്കെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അയ്യോ അയ്യോ ഇത് എവിടെ തട്ടിക്കൊണ്ടുവന്നറിയോ മൈക്കിളെ. ഗൈസ് അവിടെയും ജസ്റ്റ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഓ ഇവിടെ മൊത്തം പാർട്ടിയും കാര്യങ്ങളൊക്കെയാണ്. പാട്ട് ഇവിടേക്ക് കേൾക്കുന്നുണ്ട് വലിയ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഫ്രാങ്ക്ലിന് ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കട്ടെ. ട്രവറിനെയും കൂട്ടി ഫ്രാങ്ക്ലിന് ആ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അവനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞെട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ നാളെ ആ ഒരു വണ്ടിയും എടുത്ത് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ട്രിപ്പല്ല, ജസ്റ്റ് ഒന്ന് ഒരു വെറുതെ ഒരു ടെസ്റ്റ് ഡ്രൈവ് പോലെ ആക്കിയിട്ട് നമ്മളൊരു ഡ്രൈവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ ഒന്ന് കണ്ടെത്തിയാട്ടെ. അവരെവിടെ മോളെവിടെ ആയിരിക്കും. ഓക്കെ ഞാൻ ഇവരെ വിളിച്ചപ്പോൾ ഇവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ വാ ഫ്രാങ്ക്ലിനെ ഞാൻ ഗിഫ്റ്റ് ചെയ്യണ്ടേ. വാ വാ ഇങ്ങോട്ട് വാ. ഇവിടെ ഇവരെന്താ ഇങ്ങോട്ട് വന്നു? ഇവിടെ നിങ്ങൾ അങ്ങോട്ടാണ് വിളിച്ചത്. ഞാൻ ഒന്ന് ജസ്റ്റ് ആ വണ്ടി എടുത്ത് വരട്ടേക്ക്. ഓ ഫ്രാങ്ക്ലിൻ സൗണ്ട് കേട്ടെന്ന് തോന്നുന്നു. ഫ്രാങ്ക്ലിൻ അവിടെ നിന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് അമ്പ് പോലെ ഉണ്ടായിരുന്നു. അവരിവിടെ നിൽക്കാൻ നടക്കുന്നുണ്ട്. ഫ്രാങ്ക്ലിനെ ട്രവർ അവിടെ മാറ്റി നിർത്തുകയാണ്. ഗൈസ് ഓക്കെ ഫ്രാങ്ക്ലിനും ട്രവറും നമ്മളെ വണ്ടി കയറിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ എന്തോ പറയുന്നുണ്ട്. ഫ്രാങ്ക്ലിന് എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? എടാ എന്തിനായിരുന്നടാ നിങ്ങൾ ഇത്രയും വലിയ ഗിഫ്റ്റൊക്കെ വാങ്ങിയ? താങ്ക്സ് മൈക്കിൾ ട്രവർ. എന്തായാലും ഇതാ ഇപ്പം രാവിലെ വരുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ഡ്രൈവൊക്കെ ചെയ്ത് നോക്കണ്ടേ? നമുക്ക് പൊളിക്കാം ഗൈസ്. ഫ്രാങ്ക്ലിനെ നീ പൈസയും കാര്യങ്ങളും നോക്കണ്ട. പിന്നെ നീ പറഞ്ഞാൽ നമുക്ക് പൊളിക്കുക. അപ്പം രാവിലെ വരുന്നുണ്ട്. ഓക്കെ നമ്മളെ ഈ റെൻറ്റിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാർട്ടിയിലുള്ളവരൊക്കെ പോയിട്ടുമുണ്ട്. ഇപ്പോൾ ഏകദേശം പുലർച്ചെ ടൈമായിട്ടുണ്ട്. നമുക്കൊന്ന് വണ്ടിയൊന്ന് പറത്തി ഗൈസ്. ഞാൻ ഫ്രാങ്ക്ലിനെ ഓടിക്കാൻ കൊടുക്കണ്ടേ? ഗൈസ് ഞാൻ ഫ്രാങ്ക്ലിനൊന്ന് വണ്ടി ഓടിക്കാൻ കൊടുക്കട്ടെ. ഫ്രാങ്ക്ലിനെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ചെറുതായിട്ട് മയക്കാർ വരുന്നുണ്ട്. അപ്പോൾ സെറ്റായി നമ്മളെ വണ്ടി ഒന്ന് മയത്തൊന്ന് ഓടിച്ചേക്കാം. ഓ ഗൈസ് പെട്ടെന്നൊരു മഴ. ഞാൻ ഫ്രാങ്ക്ലിൻ കാർ നമ്മളെ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലും കൊണ്ടുവെക്കണം. ഓ മഴയത്ത് ഗൈസ് പുഷ്പപ്പച്ച കളർ കാർ. എൻ്റെ മോനെ 5 മില്യൻ്റെ വണ്ടിയാണ്. തട്ടരുത്. മഴയത്ത് എല്ലാവരും പെരങ്ങിയാണ് വെച്ചത്. ജസ്റ്റ് നമുക്കിതൊന്ന് ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ കൊണ്ടിട്ട് കൊടുക്കാം. ഫ്രാങ്ക്ലിൻ്റെ വീട് ഈ ഒരു ഭാഗത്തെറ്റാനായിട്ടാണ്. ഓ ഇടിവെട്ടുണ്ട്. എന്താ പെട്ടെന്നൊരു മഴ. നേരത്തെ മഴക്കാറുണ്ട് ശരി. ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയാണ്. നമ്മളിപ്പോൾ കുറേ നേരം ഡ്രൈവ് ചെയ്ത് തരാണ് മഴ കാണുന്നത്. ഓ ഇടിമിന്നലൊക്കെ എന്താ പെരക്കാം. എൻ്റെ മോൻ ജസ്റ്റ് ഒന്ന് ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലായി കൊടുത്തത്.
ഓക്കെ, നമ്മൾ മൈക്കിളിനെയും ട്രവറിനെയൊക്കെ വീട്ടിലായി കൊടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ ആയിരുന്നു ഗൈസ് ഫ്രാങ്ക്ലിൻ്റെ ബർത്ത്ഡേ ഡേയ്സ് അല്ല, ബർത്ത്ഡേ ഗൈസ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫ്രാങ്ക്ലിൻ പറഞ്ഞിരുന്ന മൈക്കിളിൻ്റെയും ട്രവറിൻ്റെയും ബർത്ത്ഡേ ഈ അടുത്ത് വരുന്നുണ്ട് ഗൈസ്. അതിന് ഫ്രാങ്ക്ലിൻ വീഡിയോയില ഞാൻ എന്തൊക്കെയാണ് ഗൈസ് പറയുന്നത്. ഓക്കെ, അതിന് ഫ്രാങ്ക്ലിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയല്ല ഇതിലും വലുതാക്കിയിട്ട് തരുന്നതാണ് ഗൈസ് നമ്മളോട് ഫ്രാങ്ക്ലിൻ പറഞ്ഞേക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഒക്കെ അത്രയുള്ളതിന് ഗൈസ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഞാൻ പറഞ്ഞാൽ തന്നെ. ആൻഡ് ബൈ ഗൈസ്.